2003 ശേഷം ബീഹാറിൽ 3 കോടി വോട്ടർമാരാണ് പട്ടികയിൽ ചേർന്നത്. ഇവരെല്ലാവരും രേഖകൾ ഹാജരാക്കേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ നിലവിലെ ഉത്തരവിൽ നിന്നും മനസ്സിലാകുന്നത്. ഈ മാസം 26 മുതലാണ് വോട്ടർ പട്ടികയിലെ പരിഷ്കരണങ്ങൾ നടക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ ഓരോ വീട്ടിലും എത്തുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. ഇതിനായി എല്ലാ വോട്ടർമാരും തയ്യാറെടുത്തിരിക്കണം. നേരത്തെ വിതരണം ചെയ്ത ഫോം പൂരിപ്പിച്ച് കൈമാറണം. ഒപ്പം പൗരത്വം തെളിയിക്കുന്ന രേഖകൾ നൽകണം. 3 വട്ടം വരെ ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് എത്തും. അതിനിടയിൽ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യും. ഈ ഫോം ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വോട്ട് ചെയ്യാൻ പോലും മടി പിടിക്കുന്ന സമൂഹമാണ് ബീഹാറിലെ ദരിദ്രം. വോട്ടെടുപ്പ് ദിവസം നിർബന്ധിച്ചാണ് പലരെയും ഈ ബൂത്തിലേക്ക് പോലും എത്തിക്കാറുള്ളത്. ഈ രേഖകളുമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ എത്ര പേർ തയ്യാറാകുമെന്നാണ് RJD ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ചോദ്യം. ദേശീയ പൗരത്വ രജിസ്റ്ററിനേക്കാൾ അപകടകരമെന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. ബീഹാറിന് പിന്നാലെ അടുത്ത വർഷം കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. ബംഗാളിൽ വോട്ടർമാരിൽ നല്ലൊരു പങ്കും ഇതുപോലുള്ള രേഖകൾ ഒന്നും കൈവശമുള്ളവരല്ല. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ അഭയം തേടിയെത്തിയ വലിയൊരു വിഭാഗം ജീവിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ തിരഞ്ഞെടുപ്പ് റോളിന്റെ പേരിൽ പൗരത്വ രജിസ്റ്റർ തന്നെ ഉണ്ടാക്കും എന്നാണ് ആശങ്ക. ശരിക്കും ബംഗാളിൽ നടപ്പാക്കാനുള്ളതിന്റെ ടെസ്റ്റ് ഡോസ് ആണ് ബീഹാറിൽ നടക്കുന്നത് എന്നും സംസാരമുണ്ട്.